പ്രിയമുള്ളവരെ, നമുക്കിടയിലുള്ള സമസ്തയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അത് ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, നമുക്കൊക്കെ അറിയാം. എന്നാൽ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുമുള്ള പ്രചരണങ്ങൾ, പ്രത്യേകിച്ചും ഇന്ന് സമസ്ത അതിൻ്റെ നേതൃത്വം പറയുന്ന തീരുമാനങ്ങളും അതിൻ്റെ മുഷാവറ എടുക്കുന്ന നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമസ്തയുടെ ലേബിൾ ഒട്ടിച്ച് നവോത്ഥാന സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തി സമൂഹത്തിനോട് പറയുന്നത് ഞങ്ങളാണ് സമസ്ത സ്നേഹികൾ എന്നാണ്. ശരിയാണ്, അവരൊക്കെ സമസ്തയുടെ ആളുകൾ തന്നെയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അവരുടെ ചില പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും കാണുമ്പോൾ സമസ്തക്ക് ശക്തി പകരേണ്ട നമ്മുടെ പ്രഭാഷകരായിരുന്ന ഇത്തരം ആളുകൾ നടത്തുന്ന ചില ജൽപ്പനങ്ങളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ സത്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു സമസ്ത പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട മുഷാവറ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനെ ശിരസ വഹിക്കുക എന്നതാണ്. അതിൽ മറ്റൊരു തർക്കത്തിനോ സംശയത്തിനോ നിൽക്കാതെ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ്. എന്നാൽ ആ നിലപാടുകളെ സമൂഹ മധ്യത്തിൽ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് ധിക്കാര സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ സങ്കടമാണ് നമുക്ക് തോന്നുന്നത്. പറഞ്ഞു വന്നത് ഇന്നലെ നടന്ന നവോത്ഥാന സമ്മേളനത്തിലെ ചില പ്രസംഗങ്ങളും ചില പ്രവൃത്തികളുമാണ്. അതിലെ ചില പ്രഭാഷണ പരാമർശങ്ങൾ നമുക്ക് കേൾക്കാം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കരുത്തും കാതലും എന്ന് പറയുന്നത് ഈ ഉലമാ ഉമറ കൂട്ടായ്മയാണ്. നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ നമ്മൾ അത് അംഗീകരിക്കണം, ഒരു തർക്കവുമില്ല. പക്ഷേ അതേ സമയത്തോ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ സമസ്ത കേരള ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് അത് തീർക്കാൻ നമ്മുടെ ആലിമീങ്ങളുണ്ട്. പൂക്കോട്ടൂർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിൽ അദ്ദേഹം ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, നമ്മൾ നേതൃത്വത്തെ അംഗീകരിക്കണമെന്ന്. ഇനി മറ്റൊരു പ്രഭാഷകന്റെ പ്രസംഗം കൂടി കേൾക്കാം. ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഭാഗമാണോ അത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ പണ്ഡിത സഭ ഇവിടെയുണ്ട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ നേതൃത്വം മാറ്റി നിർത്തിയ മുസ്തഫൽ ഫൈലി ഇനി പറയട്ടെ. അതിനെല്ലാം നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ സമസ്ത സ്നേഹിയായ അതിൻ്റെ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളൊക്കെ ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും പറയേണ്ടതും. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് അവരുടെ വാക്കിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ നിന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാവും. ഈ മുസ്തഫൽ ഫൈലി നമുക്കറിയാം, സമസ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കരുതെന്ന് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ലെറ്റർ പേഡിൽ ഒരു കുറിപ്പും വന്നത്. ആ തീരുമാനത്തെ പച്ചയായ നിലക്ക് ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കൂ, സമസ്ത മാറ്റി നിർത്തിയ അതേ വ്യക്തിയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് എന്ത് മാതൃ സംഘടനയോട് സ്നേഹമാണ് ഇവിടെ കാണിച്ചത്. ഇത് അവർ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. അവർക്കറിയാം ഇത് തെറ്റാണെന്ന്. അവരുടെ ഉള്ളിൽ ഇത് സംഘടനാ ലംഘനമാണ്, നേതൃത്വത്തെ ചോദ്യം ചെയ്യലാണെന്ന് അവരുടെ ഉള്ളിലുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ മുസ്തഫൽ ഫൈലിയുടെ അടുത്ത് ഇരിക്കുന്നതുമായി സദസ്സിൽ നിന്ന് ആരോ ചോദിച്ചപ്പോൾ അപ്പോൾ പൂക്കോട്ടർ പറയാണ്, ഞാനിരിക്കാം, എനിക്ക് അതിനെ ആരും പേടില്ല. നോക്കൂ, എന്തൊരു ധാർഷ്ട്യമാണ് അദ്ദേഹം. സംഗതി മൈക്ക് ഓഫാക്കിയിട്ടുണ്ടാവുന്ന അദ്ദേഹം ധരിച്ചു പോയി, പക്ഷെ അത് പൊതുസമൂഹം അറിഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലെ ഒരു സ്വഭാവം, അവർ പ്രസംഗിക്കുന്നതല്ല അവരുടെയൊക്കെ പ്രവർത്തനത്തിലും ചിന്തയിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. സമസ്ത നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇവിടെ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഈ ഒരൊറ്റ ഉദാഹരണം തന്നെ ധാരാളമാണ്. സമാരംഭം കുറിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗം വന്ദനായ ശൈഖുന കോറോഡ് ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, ലില്ലാഹിൽ ഹംദ്.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കണ്ടല്ലോ സഹോദരങ്ങളെ, എത്രമാത്രം ആത്മാർത്ഥതയാണ് അവരുടെ വാക്കിലും പ്രവൃത്തിയിലുള്ളതെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇത് സംബന്ധമായി മുസ്തഫൽ ഫൈദിയെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് നാസർ ഫൈദി കൊടുത്തയക്കും എന്തോ പറയാണ്ട്, അതൊന്ന് കേൾക്കാം. തുടങ്ങും പ്രശ്നങ്ങൾ പറയാൻ. നിങ്ങൾ എങ്ങനെയാണ് സമസ്ത അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയ മുസ്തഫൽ ഫൈസിയെ തിരുവിൽ കൊണ്ടുവരിക? സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് വരും. ഞങ്ങൾക്ക് അവരോടൊരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി ഇങ്ങനെയാണ്: അരുതായ്മയാണതെങ്കിൽ പരിഹരിക്കാൻ ഇവിടെ സഭയുണ്ട്, നിങ്ങളുടെ തിട്ടുരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മാത്രമാണ്. സമസ്ത നേതൃത്വം പറയും എന്ത് വേണം. അവർ പറയുന്നതും അവർ ചിന്തിക്കുന്നതും അവർ നിർദ്ദേശിക്കുന്നതും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സുന്നി പടയണി കേരളക്കരയിൽ സജ്ജമാണ്. പ്രിയപ്പെട്ട ഫൈസി, താങ്കൾക്ക് പൂർണ്ണ മനസ്സൊന്നും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നിങ്ങളുടെ പ്രവൃത്തിയും വർത്തമാനവും രണ്ടാണെന്ന് പൊതുസമൂഹം വിലയിരുത്തിയാണ്. അതുകൊണ്ട് ഒരല്പം ഔചിത്യബോധമെങ്കിലും ആകാം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇത് പ്രശ്നമാവുന്ന അറിയാം, പക്ഷെ ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് ട്രോളലാണ്. ഇതാണ് വിഷയം. ഇത്തരം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിനെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശ വിഷയങ്ങളിൽ വ്യതിചലനം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രഭാഷണ ആദർശ വേദികളിൽ പറയുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും കുടുംബത്തിനെയോ ആക്ഷേപിക്കലായി മുദ്രകുത്തി അത് സമസ്ത വിരുദ്ധ പ്രവർത്തനമായി ചാപ്പ കുത്തുകയും ചെയ്യുകയാണ്. അതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കേണ്ടത്. ഇത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ സമസ്ത നേതൃത്വം പരിഹരിക്കുന്നു. എങ്ങനെയുണ്ട്? ആ സമസ്ത നേതൃത്വമാണ് ഈ മുസ്തഫൽ ഫൈദിയെ സസ്പെൻഡ് ചെയ്തതും തുടർന്ന് ലെറ്റർ പേഡ് ഇറക്കി അദ്ദേഹം സമസ്തയുടെ പോഷക ഘടക പരിപാടികളൊന്നും പങ്കെടുപ്പിക്കരുത് എന്ന നിർദ്ദേശം വരെ നൽകിയത് പൊതുസമൂഹം കണ്ടതല്ലേ, നമ്മളൊക്കെ വായിച്ചതല്ലേ. നിങ്ങളത് മറന്നുപോയോ? എന്നിട്ട് അത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാർ ചെയ്യുന്ന ജൽപ്പനങ്ങളാണ്, അത്തരം ഫത്വകളാണെന്ന് പറഞ്ഞ് സമസ്ത മുഷാവറയുടെ തീരുമാനത്തെ കൊഞ്ഞനം കുത്തുകയല്ലേ താങ്കൾ ചെയ്യുന്നത്? ഇത് കേവലം ഒരു മുസ്തഫൽ ഫൈദിയുടെ വിഷയത്തിൽ മാത്രമല്ല. നമുക്കറിയാലോ, നിലവിൽ സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ CIC-യുമായി ബന്ധപ്പെട്ടിട്ടാണ്. CIC വഫിയ പ്രസ്ഥാനവുമായി അതിൻ്റെ സ്ഥാപനങ്ങളുമായി എല്ലാ ബന്ധവും സമസ്ത ഒഴിവാക്കിയെന്ന് നമ്മളൊക്കെ മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാർ മുഷാവറ തീരുമാനമെടുത്തു. അത്തരം സംവിധാനങ്ങളുമായി സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായി സഹകരിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം, ഈ വിഭാഗം ആളുകൾ അത്തരം സംരംഭങ്ങളെ സഹായിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അത്തരം സമസ്ത മാറ്റി നിർത്തിയ ആളുകളൊപ്പം വേദി പങ്കിടുകയും അതിനുവേണ്ടി ക്യാമ്പയിൻ വരെ നടത്തുന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? ഇതൊക്കെയാണോ സമസ്തയോടുള്ള സ്നേഹം? അത് താങ്കൾ അരിയാഹാരം കഴിക്കുന്ന സമസ്ത പ്രവർത്തകരോട് പറയണ്ട. അവർക്കറിയാം ഏതാണ് സമസ്തയുടെ ആദർശം, അതെവിടെ പറയണം, ആര് പറയണം എന്നത് കൃത്യമായി സമുദായത്തിനും സമൂഹത്തിനും നല്ല ബോധ്യമുണ്ട്. അത് സമൂഹം നല്ല നിലക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല.